Hello friends, it's me Ancy and welcome back to my channel. നമ്മുടെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഗോർപൂർ ഉത്തർപ്രദേശിലാണ്. അവിടുത്തെ കോളേജ് ഓഫ് നഴ്സിംഗിലോട്ട് വേണ്ടിയിട്ട് കുറച്ച് ഫാക്കൽറ്റി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന വേക്കൻസി പ്രൊഫസർ കം പ്രിൻസിപ്പൽ ഒരു വേക്കൻസി, അസോസിയേറ്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് 2, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓർ ലെക്ചർ ഇൻ നഴ്സിംഗ് 3, ട്യൂട്ടർ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ 17 വേക്കൻസി. അങ്ങനെ ഒരു 23 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ 15 വേക്കൻസി അൺറിസർവ്ഡ്, 4 OBC, 2 SC, 1 ST, പിന്നെ ഒരു വേക്കൻസി എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്. ഇങ്ങനെയാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം. പ്രൊഫസർ കം പ്രിൻസിപ്പൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് മാസ്റ്റർ ഡിഗ്രി നഴ്സിംഗ് വിത്ത് അഡ്വാൻസ്ഡ് സ്പെഷ്യലൈസേഷൻ ഇൻ നഴ്സിംഗ്, മസ്റ്റ് ബി രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് മിഡ്വൈഫ്, 10 years of experience in nursing field after registration as nurse, out which 7 years must have been spent in nursing education or administration after obtaining prescribed post-graduation certificate. Associate Professor essential qualification master degree in nursing from a recognized institution or university, registered nurse and midwife, 8 years experience after MSc nursing including 5-year teaching experience ആയിരിക്കണം. അതുപോലെ അസോസിയേറ്റ് പ്രൊഫസർ PhD എസെൻഷ്യൽ ആണ്, ഡിസൈറബിൾ ആണ്. അപ്പോൾ PhD ഇല്ലാത്തവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത വേക്കൻസി അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓർ ലെക്ചർ ഇൻ നഴ്സിംഗ് ആണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ നഴ്സിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ യൂണിവേഴ്സിറ്റി, രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് മിഡ്വൈഫ് ആയിരിക്കണം, 5-year എക്സ്പീരിയൻസ് വിത്ത് 2 years ഓഫ് മിനിമം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി നാലാമത്തെ വേക്കൻസി ട്യൂട്ടർ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ, BSc നഴ്സിംഗ്, പോസ്റ്റ് BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക്, നമ്മുടെ INC രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു 3 year എക്സ്പീരിയൻസ് ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ മോഡാണ്. അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16/8/2021 വരെയാണ്. അതായത് ഓഗസ്റ്റ് 16 വരെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റും 10th, +2, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ മാർക്ക് ലിസ്റ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, എല്ലാ സർട്ടിഫിക്കറ്റും സെൽഫ് അറ്റസ്റ്റ് ചെയ്തു വിത്തിൻ 15 days അവർ പറയുന്ന അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി പറയുന്നത് പേ സ്കെയിലാണ്. പ്രൊഫസർ കം പ്രിൻസിപ്പൽ പേ സ്കെയിൽ പറയുന്നത് 1,23,000 to 2,15,000, അസോസിയേറ്റ് പ്രൊഫസർ 78,000 to 2 lakh എബോവ് ആണ്, ലെക്ചർ ഇൻ നഴ്സിംഗ് 67,000 to 2 lakh, ട്യൂട്ടർ ഓർ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ 56,000 to 1,77,000 സംതിങ്. അപ്പോൾ നല്ലൊരു പേ സ്കെയിലുള്ള ജോബാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ ക്വാളിഫിക്കേഷൻ ഡിസേബിൾ ആൻഡ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. നമുക്ക് ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല അല്ലേ. ട്യൂട്ടേഴ്സ് മീൻസ് BSc പോസ്റ്റ് BSc കഴിഞ്ഞ് ടീച്ചിങ് എക്സ്പീരിയൻസിലുള്ളവർക്ക് വല്ല അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഏജ് ലിമിറ്റ് പ്രൊഫസർ കം പ്രിൻസിപ്പൽ 55 കഴിയാൻ പാടില്ല, അസോസിയേറ്റ് പ്രൊഫസർ 50 കഴിയാൻ പാടില്ല, അസിസ്റ്റൻറ്റ് പ്രൊഫസർ 50 കഴിയാൻ പാടില്ല, ട്യൂട്ടർ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ 35 കഴിയാൻ പാടില്ല. ഇനി ഇതിൽ കുറച്ച് ഏജ് റിലാക്സേഷൻ പറയുന്നുണ്ട്. SC ST 5 year റിലാക്സേഷൻ ഉണ്ട്, OBC 3 year, PBD 10 year, ഗവൺമെൻറ് സർവൻ്റ് ആണെങ്കിൽ 5 year, എക്സ് സർവീസ് 5 year. അപ്പോൾ ഇങ്ങനൊരു ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക് എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇനി നമ്മുടെ എക്സ്പീരിയൻസ് അവർ കൗണ്ട് ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് സബ്മിഷൻ വഴി വെച്ചിട്ടാണ്. അതുവരെയുള്ള എക്സ്പീരിയൻസ് ആണ് അവർ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചിട്ട് അവരൊരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ഈ ഷോർട്ട് ലിസ്റ്റിൽ ഒത്തിരി പേരുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു സ്ക്രീനിങ് ടെസ്റ്റ് കാണും. ഷോർട്ട് ലിസ്റ്റ് സമയത്ത് അവർ ഷോർട്ട് ലിസ്റ്റ് ഇടുന്നവരെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും. ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റിനെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും. ഇൻ്റർവ്യൂ വെച്ചിട്ടായിരിക്കും ബാക്കി റിലവൻറ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ ബാക്കിയുള്ള കാര്യം പറയുക. ഇൻ്റർവ്യൂയുടെ സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ പോയിട്ട് AIIMS പോയിട്ട് തന്നെ ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യേണ്ടി വരും. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യം പറയുന്നത് നോൺ റീഫണ്ടബിൾ ആണ്. 3,000 rupees ആണ് ജനറൽ ആൻഡ് OBC കാൻഡിഡേറ്റ്. SC ST വുമൺ EWS കാൻഡിഡേറ്റിന് 200 rupees ആണ്. ഓക്കെ.
ഇനി PWD കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല. അപ്പോൾ വുമൻസിനൊന്നും ഫീ ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസാണ്. അതുപോലെ തന്നെ ആരെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൂടെ വേണം. ഇനി അവരെടുക്കുന്ന ഡിസിഷനായിരിക്കും ഫൈനൽ. കാരണം മോഡ് ഓഫ് സെലക്ഷനും എക്സാമിനേഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്നതെല്ലാം അവരാണ്. അപ്പോൾ അവരെടുക്കുന്ന ഒരു ഡിസിഷനായിരിക്കും അതിൽ ഫൈനലായിട്ടുള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. പിന്നെ ബാക്കി അവർ കുറച്ച് ഇൻഫർമേഷനൊക്കെ പറയുന്നുണ്ട്. ഞാനിതിൻ്റെ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം പറ്റുന്നവരൊന്ന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.